മിൻഹാജു താലിബ്, അതായത് അള്ളാഹുവിന് ആവശ്യമുള്ള ആളുകൾക്ക് അതിനുള്ള വഴി എന്ന പേരിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ചെയ്ത ഒരു പ്രഭാഷണത്തെ ആഖ്യാനിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നടക്കുന്നത്. പ്രഭാഷണം ഇംഗ്ലീഷിലും ഉറുദുവിലും അറബിയിലും പുസ്തകങ്ങളുണ്ട്. ബാക്കിയുള്ള ഭാഷകളൊന്നും എനിക്കറിയില്ല. 3 നെറ്റിൽ അവൈലബിൾ ആണ്. വേ ഓഫ് ദ സ്പീക്കേഴ്സ് എന്നാണ് എൻ്റെ ഉറുദു ഉള്ളത്. മറ്റേ മിൻഹാജു താലിബ് തന്നെയാണ് അറബി ഉറുദുവിലും കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒപ്പന കുട്ടികൾ ഉള്ള മാതാപിതാക്കൾ നിർബന്ധമായിട്ടും ഈ പുസ്തകം വായിച്ചിരിക്കണം. അല്ലാതെ അവർ ഒപ്പനവന്റെ കുട്ടികളെ വളർത്താൻ അർഹരായി തീരുകയില്ല എന്ന് ഖലീഫത്തുൽ മസീഹ് റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അധികരിച്ചെടുക്കുന്നത്. പിന്നെ ഒഫനോന്റെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് മറ്റു കുട്ടികൾക്ക് നന്നാൻ പാടില്ല എന്നൊന്നുമില്ല. ഒഫന കുട്ടികൾ നന്നാവുന്നത് പോലെ തന്നെ മറ്റു കുട്ടികളെ കൂടെ വളർത്തിയാൽ ഒഫ അല്ലെങ്കിലും നമുക്ക് കുട്ടികളുടെ ഗുണം കിട്ടും. ഒരു ചെറിയൊരു കാര്യം വളരെ നിസ്സാരമാണ്. അപ്പോ ഒരു ചെറിയ ഒരു സംഭവം, ഒരു കുട്ടി ഒരു വാപ്പ കുറച്ച് ആപ്പിള് ഒരു ചെറിയ കൊട്ട കൊടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുത്ത് തിന്നാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഓടിപ്പോയി കൊട്ടയെടുത്തിട്ട് ഓടിപ്പോവാൻ. ബാക്കി കുറച്ച് കുട്ടികളുണ്ട്, അവർക്കൊക്കെ വിരിച്ച് കഴിക്കാൻ വേണ്ടി. അപ്പൊ വാപ്പ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ഓർക്കണം, നീ ഏറ്റവും കുറവേ എടുക്കാവൂ, ബാക്കി എല്ലാവർക്കും കൂടുതൽ കൊടുക്കണം. അതായത് വീതിക്കുന്ന ആള് കുറച്ചാണ് എടുക്കേണ്ടത്, മറ്റുള്ളവർ കൂടുതൽ എടുക്കണം. അപ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വേറെ ആരെങ്കിലും തിരിച്ചോട്ടെ. അപ്പൊ സ്വാഭാവികമായും ഒരാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അയാളാണ് കൂടുതൽ സഹിക്കേണ്ടി വരും. ഒരു കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള ആളാണ് എപ്പോഴും കാര്യങ്ങൾ കൂടുതൽ സഹിക്കേണ്ടി വരിക. അവർക്ക് എപ്പോഴും നഷ്ടമാണ്. ഒപ്പന കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളാണ്. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം വഫീദ് ആർക്കാണെങ്കിലും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അത് അയാളാണ് സഹിക്കേണ്ടി വരിക, ബാക്കിയുള്ളവർക്ക് എല്ലാം കൊടുക്കേണ്ടതായിട്ട് വരും. ഈ ഒരു അവബോധം, അതായത് ഞാനാണ് സഹിക്കേണ്ടത്, ബാക്കിയുള്ളവർക്ക് ഞാൻ കൊടുക്കേണ്ടവനാണ് എന്ന അവബോധം അഖ്ലാഖിന്റെ സുപ്രധാനമായ അടിത്തറയുടെ ഏറ്റവും അടിയിലേക്കല്ല, അതിന്റെ പുറത്താണ് ബാക്കിയുള്ളവർ കൊടുക്കുന്നത്. അത് ഞാൻ സഹിക്കരുത്, അതെന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല അറിയില്ല ആളുകൾ. ലൈഫിൽ ഏത് ലൈഫിൽ നിങ്ങൾ ചിന്തിച്ചോ, അതെന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളെ കൊണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഏത് വന്നാലും അത് സഹിക്കാൻ കഴിയില്ല എന്നേ പറയുന്നു. ബാക്കിയൊക്കെ സഹിക്കുക, ഇത് സഹിക്കാൻ പറ്റില്ല. അപ്പം സഹിക്കാനുള്ള ഒരു കഴിവ്, ഈ കഴിവ് നമ്മൾ അഖ്ലാഖിനെ കുറിച്ച്, മോറൽ ടീച്ചേഴ്സിനെ കുറിച്ച്, നമ്മൾ പിന്നെ സ്വഭാവത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ സഹിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് ഉൾക്കൊള്ളാൻ കഴിയൂ. സഹിക്കുക എന്നുള്ള ഒരു കഴിവ്, അതായത് പലതും സഹിച്ചെങ്കിലേ ചിലത് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. സഹിക്കാതെ ഒന്നും ലോകത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ പിന്നെ ക്ലാസ് ഇൽമി, അതായത് വൈജ്ഞാനികമായിട്ടൊക്കെ റെഡി, പക്ഷെ സ്വന്തം പ്രാവർത്തികമായിട്ട് അതിനെടുക്കണമെങ്കിൽ സഹിക്കാനുള്ള ഒരു കഴിവ്, ഏതൊരു സംഗതിക്കും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ആദ്യമായിട്ട് ഉറപ്പിച്ച് തീരുമാനിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇത് വരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ ഞാൻ ചുരുക്കി പറയുന്നില്ല. ഇന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 2 ക്ലാസ്സുകൾ കേട്ടാൽ മതി. ഇവിടെ തുടങ്ങി വെച്ചിരുന്നത് എങ്ങനെയായിരുന്നു, നമ്മളുടെ ഓരോ സ്വഭാവങ്ങളും ഒരു 7 വയസ്സ് വരെ ആയിട്ടുള്ള സ്വഭാവമാണ്, പുതുതായിട്ട് ഒന്നും വന്നിട്ടില്ല. നമ്മൾ കാണിക്കുന്ന ഓരോ തിന്മകളും ഓരോ തെറ്റുകളും 7 വയസ്സ് വരെ നമ്മളിൽ വന്നു ചേർന്നിട്ടുള്ളതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അത് ചെയ്യുന്നു എന്ന് മാത്രമല്ല. 7 വയസ്സ് വരെയുള്ള കുട്ടികളെ തൻസീമിന്റെ, ജമാഅത്തിലുള്ള വ്യവസ്ഥിതികളുടെ ഒന്നിന്റെയും കീഴിലാക്കിയിട്ടില്ല. അത്ഫാലുമല്ല നാസ്രാത്തുമല്ല ഒന്നുമല്ല. 7 വയസ്സ് വരെ മാതാപിതാക്കളാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വേറെ ആർക്കും ഏൽക്കാൻ കഴിയൂല. കാരണം ഓരോ നിമിഷവും ആ കുട്ടിയുടെ ഓരോ മൂവ്മെന്റ് മാതാപിതാക്കളാണ് നിരീക്ഷിക്കേണ്ടത്. ഒരു തൻസീമിന് അങ്ങനെ നിരീക്ഷിക്കാൻ സാധ്യതയില്ല. വ്യവസ്ഥിതിക്ക് ഉദാഹരണത്തിലേക്കോ അൻസാറുള്ളാക്കോ ലജ്നൈമാലക്കോ
അവരുടെ ഓരോ മൂവ്മെന്റും തിരിച്ചറിയാൻ സാധിക്കില്ല, അതനുസരിച്ച് നിയന്ത്രിക്കാനും കഴിയും. അതേസമയം 7 വയസ്സ് വരെ മാതാപിതാക്കൾ ഓരോ മൂവ്മെന്റ് ഒന്നുകിൽ മാതാവിനെ അല്ലെ പിതാവിനെ നിരീക്ഷിക്കാൻ കഴിയും. അവര് നിരീക്ഷിച്ച് അതിനെ ഒരു നല്ല ഒരു നിലയിൽ എത്തിച്ച് തൻസീമിനെ ഏൽപ്പിച്ചാൽ, അത്ഫാലിനെ ഏൽപ്പിച്ചാൽ, അവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കുന്ന അത്ഫാലിൽ ജമാഅത്തിൽ ശക്തനായ അത്ഫാലായി. അത് ഏൽപ്പിക്കാതെ അതിന് മുമ്പ് ചെയ്യേണ്ടത് ചെയ്യാതെ പെട്ടെന്ന് അത്ഫാലിനെ കൈ കൊടുത്താൽ ബാക്കിയുള്ള അത്ഫാലിനെ കൂടി ഇട്ട് ഇടങ്ങാറാക്കുന്നത്. ഇപ്പോൾ ഒരു നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജമാഅത്തിലൊരു തിലാവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ കുട്ടിക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിന് കാരണം അതിന്റെ മുമ്പ് അതിനെ വേണ്ട വിധത്തിൽ പക്വപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഉത്തരവാദിത്തം ജമാഅത്തിനെ ഏൽപ്പിക്കാൻ കഴിയില്ല, ആരെയും ഏൽപ്പിക്കാൻ കഴിയില്ല. സ്വന്തം മാതാപിതാക്കൾക്ക് മാത്രമേ അത് ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. കുട്ടികൾ അവരുടേതാണ്, ആദ്യം അവരുടേതാണ്, പിന്നെയാണ് ജമാഅത്തിൻ്റെത് മറ്റുമായി തീരുന്നത്. അപ്പൊ ആ 7 വയസ്സ് വരെ, ഇനിയിപ്പോ 7 വയസ്സ് കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ ഞാനെന്താ ചെയ്യാൻ നോക്കണ്ട, എന്താണ് ചെയ്യാത്തത് എന്ന് മനസ്സിലാവും. ക്ലാസ് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും 2-3 ക്ലാസ് കഴിയുമ്പോഴും ഞാൻ എവിടെയാണ് പഴുത്തതെന്ന് മനസ്സിലാവും. അതിന് ഇസ്തിഗ്ഫാർ ചെയ്ത് ദുആ ചെയ്ത് കുട്ടിയുടെ കാര്യത്തിൽ അടുത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് മുമ്പോട്ട് നീങ്ങാൻ നിവൃത്തിയുള്ളൂ. ക്ലാസ്സിന്റെ 2 ഭാഗങ്ങളാണ്. ഒന്ന്, വരാനിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള കുട്ടികളെ നമുക്ക് ശരിയാക്കാൻ എന്താണ് വഴി. അത് കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ ശരിയാവും. അത് ഡ്രസ്സിൽ ആവുന്നതിന് മുമ്പ് തന്നെ ഡ്രസ്സിനെ സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ കറയാവേണ്ട ആവശ്യമില്ല. അതേസമയത്ത് കറ ആയിക്കഴിഞ്ഞെങ്കിൽ പിന്നെ അത് കഴുകിക്കളയാനുള്ള മരുന്ന് എന്താണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. അത് നമ്മളെ സ്വന്തം ഡ്രസ്സിനെ സംബന്ധിച്ചാണ്, അത് കുട്ടികളെ കുറിച്ചല്ല. അപ്പൊ ഈ 2 വശമാണ് ഈ പുസ്തകത്തിനുള്ളത്. അതിന്റെ 1ാമത്തെ വശത്തെക്കുറിച്ചാണ് ചർച്ച തുടങ്ങി വെച്ചത്. അതിലേക്ക് കയറുന്നതിന് മുമ്പ് അതിനെ ഒന്നുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് അവലോകനം ചെയ്യാം. ഞാൻ കഴിഞ്ഞ തവണ പാപം ചെയ്യാനുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. 7 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലെ ചില കാര്യങ്ങൾക്ക് വീണ്ടും ഉപവിഭാഗങ്ങൾ എടുത്ത് പറഞ്ഞു. ഉദാഹരണമായിട്ട് ജഹാലത്ത്, അജ്ഞത ഒരു കാരണമാണ്. അജ്ഞത കാണിക്കാനുണ്ടാകുന്ന കാരണങ്ങൾ വീണ്ടും 12 കാരണങ്ങൾ എടുത്ത് പറഞ്ഞു. അത് അമിതമായിട്ടുള്ള പ്രതീക്ഷകളുടെ കുറവ്, അതേപോലെ തന്നെ അത്യാഗ്രഹം, പെട്ടെന്ന് വരുന്ന കോപം, അമിതമായിട്ടുള്ള സ്നേഹമില്ലായ്മ, ഇങ്ങനെ 12 കാരണങ്ങൾ എടുത്തു പറഞ്ഞു. അത് മൊത്തത്തിൽ 7 കാരണങ്ങളാണ്. ഇനി ആ കാരണങ്ങൾ ആരാണ് പാപം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാപം ചെയ്യുന്നതിന് തന്നെ നമുക്ക് ഓരോരുത്തരും ഓരോ വിധത്തിലാണ് പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്നവരെല്ലാവരും പാപം ചെയ്യുന്നത് ഒരേ മാതിരിയാണ്, എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും. ഒരു മനുഷ്യന് ലോകത്തുള്ള 2 സാധനം ഒരുമിച്ച് ഒരേ മാതിരിയുള്ള ലോകത്തില്ലേ. ഒരു തെങ്ങിന്റെ ഓലെടുത്ത് നോക്കിയാലും ഒരേ മാതിരത്തെ 2 ഓല ലോകത്ത് കാണാനായിട്ട് നിർത്തിയില്ല. ഒരു വൃക്ഷത്തിന്റെ ഒരു ഇലെടുത്ത ഒരേപോലുള്ള ഒരു ഇല 2 ഇല ഒരിക്കലും കാണാൻ കഴിയില്ല. അതാണ് അള്ളാഹു ഖുർആൻ എടുത്ത് പറയുന്നത് അത് സാധ്യമല്ല. പക്ഷെ ഒരു യൂണിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതേസമയത്ത് എല്ലാം വ്യത്യസ്തവുമായി. ഇതേപോലെ മനുഷ്യന്റെ സ്വഭാവത്തിലും പല കാരണങ്ങളാൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യത്യാസങ്ങൾ ഒരിക്കലും വെറുപ്പോടുകൂടി കാണാതെ സിമ്പതിയോടുകൂടി കണ്ട് പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ഇനി പാപമംഗലമായ ജീവിതത്തിന്റെ അടയാളം ഏതെല്ലാം അവസ്ഥയിലാണ് പാപങ്ങളിൽ മനുഷ്യരുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞതിന് അധികരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത്. ഒന്നാമത് മനുഷ്യൻ പാപം ചെയ്യുന്ന ആള് പാപത്തെ വെറുപ്പോടുകൂടി കാണാം. പാപം ചെയ്യുന്നത് വെറുപ്പാണ്, പാപത്തിനോട് വെറുപ്പാണ് അയാൾക്കുള്ളത്. എന്നാൽ ചില സമയങ്ങളിൽ അയാൾ അറിയാതെ ചെയ്തു പോകും. പാപത്തിനോട് വെറുപ്പുണ്ടെങ്കിലും അറിയാതെ പാപം ചെയ്തു പോകുന്ന അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ, ചില സമയത്ത് പാപം വെറുപ്പുണ്ട്, പക്ഷെ ചില അത്യാഗ്രഹങ്ങൾ, അമിതമായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ കാരണം അതിനവനെ ചെറുത്തു നിൽക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഒരു പാപത്തിന് ചെറുത്തു നിൽക്കാനുള്ള കഴിവ് അവന്റെ ആഗ്രഹം, അത്യാഗ്രഹം, അവന്റെ ആവശ്യമുള്ള ആഗ്രഹമല്ല, അനാവശ്യമായിട്ടുള്ള അത്യാഗ്രഹം കാരണം ആ പാപത്തിന് ചെറുത്തു നിൽക്കാനുള്ള കഴിവ് അവൻ നഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ പാപം ചെയ്തു പോകുന്നു. മൂന്നാമത്തെ അവസ്ഥ, ജനങ്ങള് ചില ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പാപത്തിനെ ഒരു മോശമായിട്ട് കാണുന്നേ. നേരത്തെ 2 ആളും പാപത്തിനെ മോശമായിട്ട് കാണുന്നു, പാപം തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു, പാപത്തിനോട് വെറുപ്പാണ്, പക്ഷെ അത്യാഗ്രഹം കൊണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളത് വേറെ. മറ്റത് പാപം ഒരു മോശമായൊരു സംഗതിയായിട്ട് ഗണിക്കുന്നേ ഇല്ല,
പാവത്തിനുള്ള ആഗ്രഹമില്ല, ഞാൻ പാവം ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ല. പക്ഷേ സന്ദർഭം വന്നാൽ ചെയ്യും. ഇപ്പൊ സിനിമ കാണണമെന്ന ആഗ്രഹമില്ല, സിനിമ മോശമാണെന്നുമില്ല, പോയി പെട്ട് കഴിഞ്ഞാൽ സിനിമയും കാണും, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിന് ആഗ്രഹമില്ല, വെറുപ്പമില്ല, പക്ഷെ അത് സാഹചര്യം വന്നാൽ അതിൽ വീണ് പോകും. നാലാമത്തെ അവസ്ഥ, മനുഷ്യൻ പാപത്തെ ഇഷ്ടപ്പെടുന്നു. ഇനി ഇത് ഓരോന്നും എങ്ങനെയെന്ന് വെച്ചാൽ കൂടി വരുന്ന അവസ്ഥ. ഞാൻ ആദ്യം പറഞ്ഞത് വളരെ നിസ്സാരമാണ്, രണ്ടാമത്തത് അതിനേക്കാൾ ഗുരുതരമാണ്, മൂന്നാമത് വീണ്ടും ഗുരുതരമാണ്, നാലാമത്തെ അവസ്ഥ അതീവ ഗുരുതരം എന്ന് പറയാവുന്ന സ്കെയിലേക്ക് കയറി പോവാൻ. അവിടെ എത്തുമ്പോൾ പാപത്തോട് അയാൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ലജ്ജ കാരണം ആൾക്കാർ കാണും എന്ന പേടി കൊണ്ട്, അതല്ലെങ്കിൽ സ്വയം ഒരു ചമ്മല് കൊണ്ട് അത് ചെയ്യുന്നില്ല. അങ്ങനെ പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എങ്കിൽ ഒരു കാരണം, ഒരു പിന്നെ നടക്കുന്ന ചില ആചാരങ്ങളും ചിട്ടകളുണ്ട് കുടുംബത്തിന്റെ ചില പാരമ്പര്യം, അതുകൊണ്ട് അതിന് മാറി നിൽക്കാം. അതല്ലെങ്കിൽ ചെയ്യും, ആ സാഹചര്യമൊന്നുമില്ല ചെയ്യും. നാലാമത്തത്, മനുഷ്യൻ അതിന്റെ ഹാബിറ്റ്, അതിന്റെ ശീലം അയാൾക്കുണ്ടായിപ്പോ. ആ ശീലം വന്നതുകൊണ്ട് അവൻ എല്ലാ ആചാരങ്ങളെയും പിന്നെ കുടുംബ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവൻ മുമ്പോട്ട് പോയി. ഒരാള് സാധാരണ ബീഡി വലിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കള്ളുപിടിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ, ശീലം വരുന്നവരെ ആരും കാണാതൊക്കെ കുടിക്കും. ശീലിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലെത്തി കഴിഞ്ഞ് പിന്നെ കുടിച്ചാൽ എന്താണെന്നുള്ളതാണ്. പാവൊന്നും ശ്രദ്ധിക്കൂല, നേരെ മുമ്പോട്ട് നീങ്ങും, അതിന് എല്ലാത്തിനെയും പൊട്ടിച്ചെറിഞ്ഞ് അത് ചെയ്യാനാണ് ധൈര്യവാനായി ചെയ്യുന്നു. പാവം ചെയ്യുന്നതിൽ പ്രശ്നമില്ലാതെ ചെയ്യും. ആറാമത്തെ അവസ്ഥ, ഇതുവരെ ഇപ്പൊ ഈ പറഞ്ഞതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്രതീക്ഷയുള്ള സമയം. ഇനി പറയുന്നത് കൈവിട്ട സമയം. അതിന് ഓരോന്നിന് ചികിത്സകളുണ്ട്, പക്ഷെ കൈവിട്ടു പോകുന്ന സമയമാണ്. ആറാമത്തെ അവസ്ഥ, മനുഷ്യൻ പാവം ചെയ്യും, മറ്റവനെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. മറ്റവനോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും. എന്നുവെച്ചാൽ അവൻ ഒറ്റയ്ക്ക് ചെയ്താൽ സമാനക്കേടുണ്ടാവും. അപ്പൊ വേറെ ഒരുത്തനോട് കൂട്ടിയിട്ട് പാവം ചെയ്യും. ഇവനാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. അവൻ സ്വന്തം പാവം ചെയ്തിട്ട് അവൻ അവിടെ മറന്നു ചെയ്തിട്ട് എങ്ങനെയോ ചെയ്യട്ടെ, പക്ഷെ വേറൊരുത്തനും കൂടി ചെയ്തിട്ട് അവൻ കൂട്ടിനാളെ കൂട്ടും. കള്ളുടിക്കൽ മാത്രമല്ല, കൂടലോറി കൊണ്ടേ കൂട്ടിക്കൊണ്ടേ കുടിപ്പിക്കും. അത് അതീവ ഗുരുതരമായ അത്തരം ആളുകൾക്ക് അവരുടെ കോപത്തിന്റെ കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സവിശേഷമായ ചില സാഹചര്യങ്ങൾ, ആരെങ്കിലും നല്ല ആൾക്കാർ, സ്വന്തം ദുആ നല്ല ആളുകളുടെ ആരെങ്കിലും ദുആ കൊണ്ട് പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവാന്നല്ലാതെ സ്വന്തമായിട്ട് മാറാൻ വളരെ പ്രയാസമുള്ള ഒരു ഘട്ടമാണ്. ഏഴാമത്തെ ഘട്ടം, അയാള് പാപം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അയാൾ ശൈത്താന്റെ രൂപമായി മാറും. മറ്റുള്ളവരെ ചെയ്യിപ്പിക്കൽ മാത്രമല്ല, അതിനായിട്ട് തെരഞ്ഞാൽ അവൻ ചെയ്ത് മാത്രമായിരിക്കും അവരെ പണി, വേറെ പണിയൊന്നുമില്ല. ചില കള്ളന്മാരുണ്ട്, അവന് പൈസന്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും കത്തും. കാരണം അവന് ശീലമാണ്. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കയറി വന്നോ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ ഇമാമിന്റെ ഓരോ സെഷന് കയറി ഇമാമിന്റെ മുമ്പിൽ പോയിരുന്നു. വന്തളം പണി പറഞ്ഞത്, ഞാൻ ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് പിന്നിൽ നിന്ന് ശീലമല്ല, അങ്ങനെ മുന്നിൽ കയറി ഒന്നും അറിയാതെ പെട്ടുപോയതാണ്. അത് ഇവന് പണിയുന്നത് അവന് നിൽക്കാൻ കഴിയില്ല. അവന് പാവം ചെയ്ത് തന്നെയായിരിക്കും പണി. ശൈത്താന്റെ ബുറൂസായി മാറുന്നു. പറഞ്ഞു, ശൈത്താന്റെ പ്രതിരൂപമായി മാറുന്നു. അഥവാ അവനാണ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് 90% അവൻ തന്നെയാണ് ശൈത്താൻ. ബാക്കി 10% മാത്രമാണ് പുറത്തേക്കും ശൈത്താൻ്റെ പിന്നെ പ്രചോദനമാണ് കിട്ടുള്ളൂ. ബാക്കി അവനും ശൈത്താനായി മാറാം. ഇതേപോലെ നന്മ ചെയ്യുന്നതിനും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 7 ഘട്ടങ്ങൾ. അതിലൊന്ന് പ്രതിഫലം കിട്ടും എന്ന് വിചാരിച്ച് നന്മ ചെയ്യുന്ന അവസ്ഥ. അതായത് അള്ളാഹു എന്നോട് അതിന് നല്ല നിലക്ക് പെരുമാറും, ഞാൻ ഇന്നൊരാളോട് മോശമായിട്ട് നല്ല നിലക്ക് പെരുമാറിയ എന്റെ റബ്ബോട് നല്ല നിലക്ക് പെരുമാറും എന്നുള്ള പ്രതിഫല കാംക്ഷയോടുകൂടി അത് ചെയ്യും. രണ്ടാമത്തേത്, അതൊരു ഫർളാണ്, അങ്ങനെ ചെയ്യൽ എനിക്ക് കടമയാണ്. പ്രതിഫലമൊന്നുമില്ല, ഇങ്ങനെ ഞാൻ ചെയ്യൽ എന്റെ കടമയാണ്. 2 കൊടുക്കില്ല അമ്മതിയ എന്റെ കടമയാണ്, അതുകൊണ്ട് കൊടുക്കുക. രണ്ടാമത്തെ ഘട്ടത്തിൽ അങ്ങനെ അള്ളാന്റെ കൽപ്പന എന്നാണ്. മൂന്നാമത്തേത് ഒരു നന്മക്ക് വേണ്ടി നന്മ, അതൊരു നന്മയാണ്. അങ്ങനെ ചില ആളുകൾ മനസ്സിലാകാൻ കുറച്ചുകൂടെ പ്രയാസമാവും.
പറയാം. ഇപ്പം ഇത് ഒരാൾക്ക് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാളെ സഹായിക്കൽ അതൊരു നന്മയാണ്, അല്ല അള്ളാനൊന്നും വിചാരിച്ചില്ല. നന്മയാണല്ലോ, നന്മയുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ കുറെ ആൾക്കാർ, അത് അള്ളൊന്നും ഇല്ലാത്ത ആൾക്കാരും കാണാം, നല്ല കാര്യങ്ങൾ ചെയ്യാം, അതിലിപ്പോ ആരും നോക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ചെയ്യാം. അത് മൂന്നാമത്തെ ഘട്ടത്തിലുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്ന ഘട്ടമാണ്, മുമ്പോട്ട് പോകുന്ന ഘട്ടമല്ല ഞാൻ പറയുന്നത്. നാലാമത്തെ ഘട്ടം ചിലർക്ക് ശീലമായിട്ടുണ്ടാവും നന്മയെ. ഞങ്ങളുടെ നാട്ടിലൊരു ആളുണ്ട്, കുഞ്ഞിതൊക്കെ മനസ്സിലാവും, നാട്ടിലെ കരിയുള്ളവർക്ക് തയ്യല കുഞ്ഞിതൊക്കെ നല്ല സീറ്റുകളിലേക്കായിരിക്കും, പക്ഷെ ബാങ്ക് കേട്ട പോയി കേൾക്കും. കള്ളുടിക്കുന്ന നേരാണെങ്കിലും ബാങ്ക് കേട്ട അപ്പൊ ആൾക്ക് ബാങ്ക് കൊടുക്കുന്നത് നിസ്കരിക്കാതിരിക്കാൻ പറ്റും. ബാങ്ക് കൊടുത്ത ഉടനെ പോകും. അപ്പൊ ആദ്യത്തെ 12 അഹമ്മദികൾ ഒരുമിച്ച് ചേർന്ന് ഒരു അന്വേഷണം നടത്തി 11 ബയ്യത്ത്. ആ 12 ഒരാൾ ചേരാൻ. അപ്പൊ എന്താ ബയ്യത്ത് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്റെ ശീലങ്ങൾ അതിന് പറ്റിയത് അഹമ്മദിന്റെ ക്വാളിറ്റിക്ക് പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ അതിൽ ചേരാൻ യോഗ്യനല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത് ശീലമാണ്. കള്ളു കുടിക്കുകയാണെങ്കിലും ബാങ്ക് കേട്ടാൽ നീച്ചു പോയിട്ട് നിൽക്കുക, അത് ശീലം കൊണ്ട് ചെയ്തു. അങ്ങനെ ചില ആളുകൾ നന്മ ചെയ്യുന്ന ആളുകളുണ്ട്. വാപ്പയും ഉമ്മയൊക്കെ അങ്ങനെ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ സ്വന്തം ശീലമായി മാറിയിട്ടുള്ള ആളുകൾ നന്മ ചെയ്യും. മറ്റൊന്ന്, നന്മ ചെയ്താൽ ഒരു സന്തോഷം കിട്ടുന്ന ആൾക്കാർ. ആ നന്മ ചെയ്തെങ്കിൽ അവർക്ക് അതിലൊരു സന്തോഷം, അത് സ്വന്തം ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യും. അള്ളാനും വിചാരിച്ചല്ല, നന്മ ചെയ്താൽ അവർ സ്വയം സന്തോഷിക്കും. ആറാമത്തത്, ലോകത്ത് നന്മ പരത്താൻ വേണ്ടി നോക്കുക. നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു, ശൈത്താന്റെ രൂപം എത്തുന്നതിന് മുമ്പ് 6ാമത്തെ ഘട്ടത്തിൽ എന്താ ചെയ്തിരുന്നത്? നന്മ തിന്മ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ആൾ, അതേപോലെ നന്മ പരത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ് 6ാമത്തെ ഘട്ടത്തിൽ. 7ാമത്തെ ഘട്ടത്തിൽ നന്മയുടെ പൂർണ്ണ പ്രതിരൂപമായി മാറും. അതിൽ നന്മ മാത്രമേ അവർ പ്രതീക്ഷിക്കാവൂ. അവിടെ ശൈത്താനായ പോലെ ഇവിടെ അള്ളയുണ്ട്. അള്ളാഹുവിന്റെ സിഫത്തുകൾക്കനുസരിച്ച് മാത്രം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് അള്ളാഹിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഒരു ആരോഹണ ക്രമമായിരുന്നെങ്കിൽ ഇവിടെ അവരോഹണ ക്രമമാണ്. ഏറ്റവും ആദ്യം പറഞ്ഞത് വളരെ നിസ്സാരമായിട്ടുള്ളതാണ്, പക്ഷെ ഏറ്റവും അവസാനം പറഞ്ഞത് ഏറ്റവും ടോപ്പാണ്. അപ്പൊ ആ നന്മയുടെ കാര്യത്തിലും ഈ 7 തരത്തിൽ നമുക്ക് ആളുകളെ കാണാൻ സാധിക്കും. ഇനി പറയാനുള്ള ഒരു സംഗതി, വളരെ ഇതിന്റെയും ഉയർന്ന ചില പദവിയാണ് നന്മ. തിന്മയിൽ ചെയ്താനേ ആവാൻ പറ്റും, പക്ഷെ നന്മയിൽ അവിടെ നിൽക്കുന്നില്ല. അതിലും ഉയർന്ന പദവിയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ വളരെയധികം പ്രയാസമുള്ള സംഗതിയാണ്. നുബുവത്തിന്റെ പദവിയിലെത്തി അതിൽ കാണുന്ന മാറ്റങ്ങളാണ്. നബിമാർക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാവും, നമുക്ക് പറയാനും കഴിയില്ല, അത് ഉൾക്കൊള്ളാനും കഴിയില്ല. നബിമാരുടെ ഇടയിലല്ല ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്, ചില നബിമാർക്ക് ശ്രേഷ്ഠത ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് നബിമാരുടെ ഇടയിൽ നടക്കുന്ന ചില മാറ്റങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ നമ്മൾ ആരുമല്ല. വലിയ ചെറിയ വാക്കും വലിയ വായും എന്ന് പറയും പോലുള്ള കൂടുതലൊരു ചൊല്ലുണ്ട്, അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അത് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്ന നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അതേസമയത്ത് ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ ഉണ്ടായിരുന്ന അമ്പിയാക്കളെ പോലുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ നബിമാർക്ക് സമാനരായിട്ടുള്ള ആളുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ആളുകൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. സഹാബത്തിൽ ഇന്നും അത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ അഹമ്മദിയത്തിലുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ഖിലാഫത്ത് ആ സമൂഹത്തിൽ നിലകൊള്ളുകയുള്ളൂ. ആത്മീയമായിട്ട് പല പദവികളുണ്ട്. ഉദാഹരണമായിട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു ഒരിക്കൽ ഒരു ജൽസസാലന സമ്മേളനത്തിൽ പറയാണ്, ഖലീഫയായിട്ട് ഞാനാണ് ഇവിടെ ഉള്ളത്, എന്നെയാണ് റബ്ബ് തെരഞ്ഞെടുത്തത്. പക്ഷെ ആത്മീയമായി എന്റെ പദവിയിലെത്തിയ ആളുകൾ ഈ തരത്തിൽ വേറെയും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇരിക്കുന്ന ആ ലോകത്തെക്കുറിച്ച് ഞങ്ങൾ കശ്ഫിൽ ഓരോരുത്തരും തമ്മിൽ അറിയും. അത്തരത്തിലുള്ള ആളുകൾ ജമാഅത്തിൽ എപ്പോഴും ഉണ്ടാവും. വാസ്തവത്തിൽ നമ്മളുടെ എല്ലാ ശ്രമങ്ങളും അവിടേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. അതൊരു വലിയ ഘട്ടമാണ്. പക്ഷെ ഓരോ അഹമ്മദിക്കും വെച്ചിട്ടുള്ള അതാരെയും അള്ള വെറുതെ കളഞ്ഞിട്ടില്ല. ഇമാം റാസി റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ഒരു ചർച്ച വരുന്നു. അദ്ദേഹത്തിന്റെ അനുജൻ നമസ്കാരത്തിൽ ജമാഅത്തിൽ പോവാറുണ്ടായിരുന്നു. കഥയുടെ മറ്റു വശങ്ങളിലേക്ക് പോകരുത്, ഞാൻ ആ ഒരു വശത്ത് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത്. അതായത് ഇമാമും ജമാഅത്ത് ഉള്ള സ്ഥലത്ത് അത് ദൈവികമായ ജമാഅത്താണെങ്കിൽ ഇമാമും ജമാഅത്തിന് പോകാതിരിക്കാനുള്ള അനുഭവം ഉണ്ടായിരിക്കില്ല. ഞാൻ ആ ആവശ്യത്തിൽ കൊണ്ടുപോകരുത്.
അദ്ദേഹം സാധാരണ ഇതിൽ പോവാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇമാം റാസി എന്നൊരു പണ്ഡിതനാണ്. ലദുന്നി ദൈവികമായ അറിവ് കിട്ടിയ ഒരവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പാണ്. അപ്പൊ അദ്ദേഹം പിന്നെ മാതാവിനോട് പറഞ്ഞു, ഞാനിവിടെ ഇമാമാണ്, വലിയ നേതാവാണ്, എന്റെ അനുജനെ നിസ്കരിക്കാൻ വരുന്നില്ല, അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞാൽ അവനെ ഉപദേശിക്കണം, ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ല. അങ്ങനെ അദ്ദേഹം ഉമ്മ പറഞ്ഞനുസരിച്ച് നിസ്കരിക്കാൻ പോകുന്നു. അപ്പൊ രണ്ടാമത്തെ റക്അത്തിൽ സുജൂദിൽ എണീറ്റ് പോകുന്നതാണ്. അപ്പം നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇത് പതിനേക്കാൾ വലിയ കുഴപ്പമുണ്ടാക്കി, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടുന്ന് എണീറ്റ് പോയി. അപ്പൊ ഉമ്മ ചോദിച്ചു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, നിസ്കാരത്തിൽ സുജൂദ് ചെല്ലുമ്പോൾ അർശിൽ അള്ളാഹുവിനോട് സുജൂദ് ചെയ്യുന്ന എന്നെ അവൻ ശല്യപ്പെടുത്തി. എന്താ ചെയ്തെന്ന് വെച്ചപ്പോ അവൻ പിന്നെ ആർത്തവത്തിൽ കുളിക്കുകയായിരുന്നു. അപ്പൊ എന്താണ് കാരണം എന്ന് വെച്ചപ്പോ അദ്ദേഹം രണ്ടാമത്തെ സുജൂദിൽ ആർത്തവ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചിരിക്കുന്നു. ഈ രംഗം കശ്ഫിയായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അവിടെ നിന്ന് എണീറ്റ് പോയി. ഇയാൾ പിന്നെ നിസ്കരിച്ചില്ല, അന്ന് എണീറ്റ് പോയിരിക്കും. അപ്പൊ സാധാരണക്കാരൻ അറിവുള്ള ആള് ഇമാം റാസി ആയിരുന്നുവെങ്കിലും അള്ളാഹുമായിട്ട് അടുത്ത ഒരാൾ, അത്തരത്തിലുള്ള പണ്ഡിതനായിട്ട് അറിയാത്ത ഒരാൾ അദ്ദേഹത്തിന് അനുജനായതിനു മുമ്പേ അള്ളാഹുമായിട്ട് അടുത്തിരുന്നു എന്നവർ പറയുന്നു. ഇതിന് അറിവിന്റെ പാണ്ഡിത്യമല്ല, ശുദ്ധ ഹൃദയമാണ് അതിന്റെ പാത്രം. ആ ഹൃദയം ശരിയാണെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ നുബുവത്തിന്റെ മദാരിച്ചു, നുബുവത്തിന്റെ സ്ഥാനമാനങ്ങളും അതിനോട് അനുഗുണമായ ജീവിതവും ആർക്കും കിട്ടുന്ന ഒരു സത്യമാണ്. അടുത്തത് അത് വഹബി എന്നാണ്. അതായത് കസബി, വഹബി, രണ്ട് കാര്യങ്ങളുണ്ട്. വഹബി എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വന്തം കൊടുക്കും, ഔദാര്യമായി കൊടുക്കും. കസബി എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് ചെന്നെത്തുന്നു. അധ്വാനിച്ച് ചെന്നെത്തുന്ന സ്റ്റേജ് കഴിയുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അള്ളാഹു സ്വന്തമായിട്ട് അവന്റെ സ്നേഹം കൊണ്ട് അവൻ കൊടുക്കുന്നതാണ്. അതിന് വഹബി എന്നാണ് ടെക്നിക്കൽ ടൈമിൽ, പിന്നെ തസവുഫിന്റെ ഭാഷ, പിന്നെ അതിന്റെ ആളുകൾ വ്യവഹരിച്ചിട്ടുള്ളത്. ഇനി അഖ്ലാഖിനെ കുറിച്ച്, അഖ്ലാഖ് റൂഹാനിയത്ത്, നമ്മളൊന്ന് തിരിച്ച് പുറകിലുള്ള ഒരു സംഗതിയെ കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന് റൂഹാനിയത്ത് എന്ന് പറയും, അതായത് പിന്നെ ആത്മീയ അതാ, മറ്റൊന്ന് ഫൽസ്വഭാവം. ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസം, രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചാകുമ്പോൾ അതിനെ റൂഹാനിയത്ത് എന്ന് പറയും, സൃഷ്ടികളെ കുറിച്ചാകുമ്പോൾ അതിന് ഫൽസ്വഭാവം എന്ന് പറയും. ഉദാഹരണമായി, സൃഷ്ടികളോട് ആൾ കളവ് പറയുന്നുവെങ്കിൽ അത് ഫൽസ്വഭാവത്തിനെതിരാണ്. അള്ളാഹിനോട് കളവ് പറയുന്നെങ്കിൽ അത് റൂഹാനിയത്തിനെതിരാണ്. അങ്ങനെ അള്ളാഹിനോട് അങ്ങനെ കളവ് പറയാം, മനസാക്ഷി വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെയ്ത് അള്ളാഹ്ക്ക് അറിയാം, നമുക്ക് സത്യം എന്താണെന്ന് അറിയാം, പക്ഷെ മനസാക്ഷി വഞ്ചിച്ചിട്ട് ഒരാൾ കളവത്തിന് ചെയ്താൽ അത് അള്ളാഹിനോട് കളവ് പറയാം. അപ്പൊ അള്ളാഹിനെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്നവരെ കളവത്തിന് ചെയ്യുമ്പോൾ അള്ളാഹ് റൂഹാനിയത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏതൊരു കർമ്മവും സൃഷ്ടികളോട് ബന്ധപ്പെട്ടതിന് അഖ്ലാഖ് എന്നും സൽസ്വഭാവം, അള്ളാഹുമായി ബന്ധപ്പെട്ടതിന് റൂഹാനിയത്ത് എന്നും പറയും. ഇത് രണ്ടും കൂടി സമ്മിശ്രമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ദീനായി. ദീന് എന്ന് പറയുന്നത് റൂഹാനിയത്തിന്റെ ഒരവസ്ഥയും അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ വിച്ഛേദിക്കാതെ, മനസാക്ഷിയെ വഞ്ചിക്കാതെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുകയും അതേ സമയത്ത് സൽസ്വഭാവത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ മുൻനിർത്തി അത് കാണിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പേരാണ് ദീൻ, മതം എന്ന് പറയുന്നത്. അതിനെയാണ് നല്ല ദീനുള്ള ആൾ, നല്ല നെറ്റിമത്താകുമ്പോഴായിട്ട് ദീനാവില്ല. അള്ളാഹുവിനെ മുൻനിർത്തി തന്റെ പ്രവർത്തികൾ ചെയ്യും. ഹദ്റത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം, അലി ഒരാളെ കുറിച്ച്, അയാൾ ഒളിപ്പോരാടി കൈ ചുരുട്ടി പുറകോട്ട് വെച്ച് തന്റെ കാലിന്റെ അടിയിൽ അമർത്തി വെച്ചതിന് ശേഷം, കൈ ഇങ്ങനെ മടക്കി പുറകോട്ട് മടക്കി അതിന്റെ മുകളിൽ കാല് വെച്ച് ചവിട്ടി വെച്ചിട്ടുണ്ട്. ഇബ്നു ഹിഷാം അതിനെ കുറിച്ച് വിവരിക്കുന്നു. അതിനുശേഷം കത്തി പിന്നെ വാളെടുത്ത് കഴുത്ത് വെട്ടിയ മതി. വാൾ ഓങ്ങുന്ന സമയത്ത് മുഖത്തേക്ക് കാറിച്ച് തുപ്പിയായി. അപ്പൊ അലി ഉടനെ തന്നെ അവിടെ വിട്ടു, ആളെ വിട്ടായി. അപ്പൊ അയാൾക്കൽപ്പം ഇത്രയും കൊടിയ ശത്രുവായ എന്നെ വെട്ടാൻ മാത്രം ബാക്കിയുള്ള സമയത്ത് അലി എന്തിനെന്നെ വിട്ടു, അപ്പൊ എന്തിനാണ് വിട്ടതെന്ന് ചോദിച്ചു. ആളെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, നീ അള്ളാന്റെ ശത്രുവാണ്, വേറെ ഞാൻ നീ വെട്ടി ആൾ പറഞ്ഞു, എനിക്കും നിനക്കുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ നീ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ അതിൽ എന്റെ വൈരാഗ്യം കൂടി കലർന്നു. അപ്പൊ ഈ സമയത്ത് നിന്നെ ഞാൻ വെട്ടിയാൽ എന്റെ വൈരാഗ്യത്തിന് വെട്ടിയ ഒരു കലർപ്പ് അതിനകത്തുണ്ടാകും. അതുകൊണ്ട് ഞാൻ വെട്ടുന്നില്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം വെട്ടാൻ എനിക്ക് അനുവാദമാണ്. നമ്മുടെ കർമ്മങ്ങളെ
ഈ വിധത്തിൽ കലർപ്പുകളിൽ നിന്ന് വിമുക്തമാക്കണം. അത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും വ്യക്തിപരമായിട്ടുള്ള അവസ്ഥകളും വിമുക്തമാക്കി അള്ളാഹുവിനെ മാത്രം മുൻനിർത്തി ചെയ്യുന്നതിനെയാണ് ദീന് എന്ന് പറയുന്നത്. അതാണ് റുഹാനിയത്തും അഖ്ലാഖും ആത്മീയതയും സൽസ്വഭാവവും രണ്ടും സംഗമിക്കുന്ന ഒരു പോയിന്റ്. അത് സംഗമിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ആരെന്ത് വിചാരിക്കുന്നവന് കുഴപ്പമൊന്നല്ല, നമുക്ക് കുഴപ്പമൊന്നും. നമുക്കെതിരിൽ എത്ര ആളുകൾ ഏത് വിധത്തിൽ ആക്രമണത്തിന് ഒരുങ്ങിയാലും ഉണർന്നിരിക്കുന്ന അള്ളാഹുവിനെ തടുക്കുന്നവർ. നസീമുൽ ഇസ്ലാമിന്റെ വാഗ്ദാനമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന അള്ളാഹു, നമ്മൾ അശ്രദ്ധമാകുമ്പോൾ നമുക്ക് വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്ന റബ്ബുണ്ടാവും. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം, ആ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധം. ഇതിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നീങ്ങുന്ന കാര്യത്തിൽ ഉള്ള തടസ്സങ്ങളെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാൻ. ആ തടസ്സങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളിൽ ആ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് പല അർത്ഥങ്ങളും നമുക്കറിയാം. നമ്മൾ പല പ്രശ്നങ്ങൾക്കും ശക്തമായി പണിയെടുത്താലും നമ്മൾ പോയി കിതച്ച് നിൽക്കുന്നത് പോലെ ഒരു കുന്നിന്റെ പുറത്ത് ഓടിക്കയറുന്ന ഒരു വ്യക്തി കയറണം എന്നുള്ള ആഗ്രഹമുണ്ട്, കുന്നിന്റെ അപ്പുറത്ത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്, പാഞ്ഞി കയറുന്നു. പക്ഷെ ശ്വാസം മുട്ടി കതച്ച് നിന്ന് മുകളിലേക്ക് ഒരു കാല് പോലെ എടുത്തു വെക്കാൻ വയ്യാതെ മുട്ടുംകാലിൽ കൈ കൊടുത്ത് നിൽക്കുന്നവരാണ്. അതേപോലെ പല സിനിമകൾക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോയി കിതച്ച് നിന്ന് മുട്ടുംകാലിൽ കൈവച്ച് നിൽക്കുന്ന, ഇനി നമ്മളെ കൊണ്ട് കയറാൻ കഴിയുമോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാറില്ല. അതിന്റെ പിന്നിൽ നമ്മളെ വാപ്പാരും ഉമ്മാരും ചെയ്ത തെറ്റുകളെന്ന് പറയാൻ നിവൃത്തിയില്ല, അബദ്ധമെന്ന് പറയാൻ നിവൃത്തിയില്ല. അവരുടെ അറിവുകേട് കൊണ്ട് നമ്മളെ നയിച്ചതിലാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, പിന്നെ ഇത് നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും വിട്ടു കൊടുക്കേണ്ട ക്ലാസ്സായിരുന്നു, ഞങ്ങൾക്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ മക്കളോട് ഇനി ഒരു മൊഴി വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അതേപോലെ പറയാതിരിക്കാനാണ് ഇപ്പൊ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം സംഗതി നമുക്കിനി അത് പഴയത് പ്രശ്നം ഉണ്ടാക്കാനല്ല, ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മുടെ പ്രയാസം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമുക്ക് വന്ന അപകടങ്ങൾ അതിന് രക്ഷപ്പെട്ടു വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ശരണത്തിൽ വരും. ഇതാണ് ലൈഫിന്റെ ഏകദേശം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വന്നതിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് അതും തുറന്ന് പറയാതെ സത്യങ്ങളൊന്നുമല്ല, നിങ്ങൾ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കേണ്ട. പക്ഷെ വരാനുള്ളത് ആദ്യം, അതൊന്നും വൈകാൻ പറ്റില്ല. അതിപ്പോ ഈ നിമിഷത്തിലും നമ്മുടെ അടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇസ്ലാം ഇക്കാര്യത്തിൽ ഒരു ചെറിയ ഒരു അവലോകനം നടത്തി നമുക്ക് മനസ്സിലാവും. എല്ലാ പാപങ്ങളും പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. നിങ്ങൾ വിചാരിക്കുന്ന പാരമ്പര്യമല്ല, വേറെ പാരമ്പര്യം പാരമ്പര്യം. ഇപ്പം നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിൽ ഗോർഖ റെജിമെന്റ് അണ്ടർ റെജിമെന്റ്, സിഖുകാരുടെ പ്രത്യേക റെജിമെന്റ്. അത് ധൈര്യം കാക്കുന്ന കാര്യത്തിൽ സിഖുകാർ പോകും എന്നുള്ളൊരു ഉറപ്പുണ്ട്. അതാണ് ഇന്നവർ തെളിയിച്ചിട്ടുള്ളവർ അതിലുണ്ട്. അതേസമയത്ത് കശ്മീരികളെ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള സ്ഥലത്ത് ഇന്ത്യൻ പട്ടാളത്തിൽ ഉപയോഗിക്കാറില്ല. പട്ടാളക്കാരോട് നിങ്ങൾ ചർച്ച ചെയ്താൽ മനസ്സിലാവും. കാരണം അവർ ഏത് സമയത്തും ഒരു ചാഞ്ചല്യം അവരുടെ പ്രകൃതത്തിലുണ്ട്. അവർ ദീർഘകാലമായിട്ട് അവരെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് എതിരെ, ഇപ്പം ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് നവാബുമായിട്ടായിരുന്നു അവരുടെ ബന്ധം. പാർട്ടിഷന് മുമ്പുള്ള സമയത്ത്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സമയത്ത് ഹൈദരാബാദ് നിസാമുമായിട്ടായിരുന്നു അവിടെ ഹിന്ദു രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് മുസ്ലിങ്ങൾക്കുള്ള ബന്ധം. അത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനുമായിട്ട്. അതേസമയത്ത് ജമ്മുവിലുള്ള ആളുകൾ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അവർ രാജാക്കന്മാരോട് കൂടുതല. ഇതേപോലെ തന്നെയുള്ള ഒരു അവസ്ഥകളുണ്ട്. ഞാൻ പറയുന്ന ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ ചില സമയങ്ങളിൽ ധൈര്യത്തിന്റെ കാര്യത്തിലും ധൈര്യം കാണിക്കാത്ത കാര്യത്തിലും ഉണ്ടാവും. അതേപോലെ ചില പ്രത്യേക ആൾക്കാർ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ രണ്ട് കുടുംബത്തിനെ കുറിച്ച് എൻ്റെ ഒപ്പം പറയാം, രണ്ടു കൂട്ടിനും പണിക്കുടിച്ച് അവിടെ പറയും കള്ളന്മാരാണെന്ന് നോക്കണം എന്ന് പറയും. അവർക്ക് അക്കായിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. കാരണം പാരമ്പര്യത്തിൽ അങ്ങനെ കത്തുന്നൊരു സ്വഭാവം ആയിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ആ പാരമ്പര്യത്തിൽ വരുന്ന ഒരുപാട് ഗുണങ്ങൾ നല്ലതുണ്ട്. ഇത് മാത്രമല്ല, നന്മയാണ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തിന്മയുടെ പാരമ്പര്യത്തെ ടക്ക് എന്ന് പറഞ്ഞ് നിർത്തുക എന്നുള്ളതാണ്. അതിന് ഇസ്ലാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും. നന്മയുടെ പാരമ്പര്യം ഇല്ലാത്തുണ്ടെങ്കിൽ തുടങ്ങുക, അതിന് ഇസ്ലാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം ഇസ്ലാം ഒരു സമ്പൂർണ്ണ തത്വ സംവിധാനം അതിൽ ഉണ്ടാവണം.
അതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഒരു ചെറിയ കുട്ടി പെട്ടെന്ന് വേറൊരാളോട് വഴക്കിടും. ഈ വഴക്കിടാനുണ്ടായ കാരണം ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞു, കുട്ടി പെട്ടെന്ന് വഴക്കിട്ടാൽ, കാരണം ലോകത്തൊരു മരം പെട്ടെന്ന് മരമായിട്ട് പൊന്തിയിട്ട് കണ്ടിട്ടില്ല. ആദ്യന്റെ വിത്തുണ്ടാവും, അത് മുളച്ചു പൊന്തും, അത് വളർന്നു വലുതായി, അത് പിന്നീട് മരമായിട്ടില്ല. ഒരു കുട്ടിയുടെ വികൃതി മാത്രം പെട്ടെന്ന് ഒരു മരമായി വന്നു പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. അതിനെ ചെറുപ്പത്തിലെ ആദ്യം അങ്ങോട്ട് അടിച്ചു, കുട്ടിനൊന്നും ഇങ്ങനെ പതുക്കെ കൊടുത്തു. കുട്ടിനെ അടിക്കാൻ ആർക്കും അധികാരം അള്ളാഹു കൊടുത്തിട്ടില്ല. ഞാൻ എന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, ചെയ്യുന്ന ആൾ തീർക്കാണ് ചെയ്യുന്നത്. അസിമോന്റെ വാക്കാണ്. ആർക്കും ആവശ്യമില്ല, പിന്നെ ഞാൻ അടുത്ത് വായിച്ചു വെച്ച. ഒരു കുട്ടിയുടെ ശരീരത്തിൽ വേദനിപ്പിക്കാൻ നമുക്ക് ആരും അധികാരം നടത്തില്ല. അപ്പൊ എന്ത് കളിയിലാണെങ്കിലും പിന്നെ കളിയിൽ എന്തിനാ പഠിപ്പിക്കണം? ഒരു കുട്ടി വേദന കൊണ്ട് പെടയുമ്പോൾ അതിന്റെ മനസ്സിനെ ഒന്ന് ചെറുതായിട്ട് ആലോചിച്ച് ആർക്കും അടിക്കാൻ. നമ്മൾ അടിച്ച് അത് ചില ആൾക്കാർ ചെറുതായിട്ട് അടിച്ചു, എത്രയാണെങ്കിലും കുട്ടിക്ക് അടിച്ച് കുറെ അടിച്ചതിനെ ഉറക്കനടിച്ചാലേ വേനിക്കുള്ളൂ എന്ന് മാത്രമാണ്. ചില കുട്ടികൾ അടിക്കണമെന്ന് പറഞ്ഞ ഊങ്ങിയ തന്നെ കുട്ടികൾക്കായിരിക്കും അത് മനസ്സപ്പോ വേദനിച്ചു. ഞാൻ അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. വെറുതെ അടി കിട്ടും എന്ന് പറഞ്ഞാൽ അടി കിട്ടിയേന്ന് പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ, കാരണം അടി കിട്ടിയില്ല ഒരു ജീവിതത്തിൽ. അപ്പൊ ആ വേദന, മനസ്സിന്റെ വേദനിക്കുന്നു ഏതൊരു കുട്ടിയെ കുറിച്ചിട്ടും അതിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ നമുക്ക് ആർക്കും അധികാരം അള്ളാഹ് തന്നിട്ടില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിശുദ്ധമായിട്ടുള്ള ഒരു അമാനത്താണ് കുട്ടി. നമ്മളെപ്പോലുള്ളതല്ല, നമ്മളെപ്പോലെ പാവം ചെയ്ത് മലീമസമാക്കുമ്പോഴല്ല. അള്ളാഹിന്റെ അടുത്ത് ജീവിക്കാൻ എല്ലാവർക്കുള്ള അർഹതയും അള്ളാഹ് കൊടുത്ത് ജീവിക്കാൻ വിട്ട അടുത്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിന്റെ കുട്ടികൾ, ചെറിയ കുട്ടികൾ. അപ്പൊ അതൊരു വിശുദ്ധമായിട്ടുള്ള ഒന്നാണെന്ന് അത് നമ്മൾ ആദരിക്കണം. നമ്മളങ്ങനെ ആയിട്ടില്ല, നമ്മൾ മലീമസമാക്കി കഴിഞ്ഞവരാണ്. അപ്പൊ ആ കുട്ടികളെ കുറിച്ച് നമുക്കൊരു ആദരവും ബഹുമാനവും ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് റസൂൽ തിരുമേനി പറ അക്രിമു ഔലാദക്കും, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ആദരിക്കണം. റസൂൽ ഞാൻ ആദരിക്കാനുള്ള അവരുടെ കഴിവ് അള്ളാഹുവിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു കഴിവ് അള്ളാഹു ഇട്ടുകൊടുത്ത് അസിഫത്തിട്ട് കൊടുത്ത് അതിന് കേടുവരുത്തുന്ന റസൂൽ തിരുമേനി പറയുന്നു, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും അവന്റെ ശുദ്ധ പ്രകൃതവുമായിട്ടാണ് ജന്മമെടുക്കുന്നത്. അവന്റെ മാതാപിതാക്കളാണ് അതിന് യഹൂദിയാക്കുക, അതല്ലെങ്കിൽ നസ്രാനിയാക്കുക, അതല്ലെങ്കിൽ മജൂസിയാക്കുക. അതിന്റെ അർത്ഥം വലുതായി വരുമ്പോൾ കന്നീസോയെ കൊണ്ടുപോയിട്ടാണ് മാമോദിസം ചെയ്താണ് ക്രിസ്ത്യാനിയാക്കുന്നോ, അതല്ലെങ്കിൽ കുറെ വലുതായിട്ടാണ് മജൂസിയുടെ ഇതിൽ ചെന്നിട്ട് അവനെ അഗ്നിപൂജക്ക് ആക്കിക്കൊണ്ട് മജൂസിയാക്കുന്നതെന്നല്ല. അവൻ മജൂസി ആയിത്തീരുന്നത് യഹൂദി വളർത്തുന്ന ഒരാൾ യഹൂദിയായിത്തീരുന്ന കുട്ടികൾ അവിടെ കണ്ടിട്ടാണ് വരുന്നത്. കുട്ടികള് അതിന്റെ കയ്യിലുള്ളത് മുഴുവൻ കണ്ടത് അനുകരിക്കാനുള്ള കഴിവ്, വേറൊന്നും എൻ്റെ കയ്യിൽ. അപ്പൊ ഒരാളെ ഒരു കുട്ടിനെ പിന്നെ ഒരാള് വികൃതിയാക്കുമ്പോൾ അവനെ അടിച്ചു എന്ന് പറഞ്ഞൊരു അടി അടിച്ചു കൊടുത്താൽ അടിച്ച് വികൃതിയാക്കുമ്പോൾ അവന് പറ്റാത്തിന് അവൻ പോയി അടിച്ചു. അതാണ് അവൻ ചെയ്യേണ്ടത്. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് എന്തായി, പിന്നെ വലുതായി വരുമ്പോ പള്ളിയിൽ വരുമ്പോൾ രണ്ടാൾ തമ്മിൽ അടി കൂടുന്നു. ആ അടി കൂടിയത് എവിടുന്നാണ്? കുട്ടിക്കാലത്ത് ഏതോ ഒരുത്തൻ വീട്ടിലിരുന്നിട്ട്, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, നമ്മൾ ആരും ആവും വിരുന്നോന്നവനായിരുന്നു, അവനായിരിക്കും കുട്ടിനത് അങ്ങനെ അടിക്കുന്നു പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടുപഠിച്ച കുട്ടി പിറ്റേന്ന് ഉമ്മാനോ തോന്നും. ഇപ്പൊ സിക്കുമാരെ കൂട്ടത്തിലൊക്കെ വാപ്പാന്റെ മോന്തൊക്കെ അടിക്കുന്നു പറഞ്ഞ് പഠിക്കും. എന്നിടത്തിൽ കുട്ടിക്ക് ധൈര്യം ഉണ്ടാവണം. അങ്ങനെ ഒച്ചപ്പേട് മാറും തീയതി മൂപ്പേന്ന് കുട്ടിയെ മോന്തൊക്കെ കൊടുക്കുന്നത്. അത് വാപ്പാന്റെ മോന്തൊക്കെ ഒന്ന് അടിച്ചാൽ കുട്ടി വലിയ ബുദ്ധിയുള്ള കുട്ടിയായിരുന്നാണ് അവർ കണക്കൂട്ടും. അതുകൊണ്ട് തന്നെ വാപ്പയും ഉമ്മയും മേലെല്ലാം തല്ലിവിടുന്ന സമുദായമാണ് സിക്ക്. വാപ്പയിലും മേൽമണ്ടും മോന്തൊക്കെ അടിച്ചത് പ്രശ്നമാണ്. കള്ളു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാപ്പിമാനും അടിക്കുന്നുണ്ട്. നമ്മളോട് ഏതോ ദുനിയാവിലുള്ള രണ്ട് വൈരാഗ്യങ്ങളാണ്. കള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ കുട്ടിക്കാലത്ത് തന്നെ ഉള്ള പ്രശ്നം അതാണ് ഇവിടെ കൈകാര്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതില് പിന്നെ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല പറയാണ്, ഇസ്ലാമില് ആ ബീജം തുടങ്ങുന്നോടൊപ്പം തന്നെ അതിന് യഥാർത്ഥത്തിലുള്ള സംരക്ഷണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ മുസ്ലിങ്ങൾ വളരെയധികം പിന്നെ അക്കാര്യത്തിൽ അശ്രദ്ധരായിത്തീരുന്നു. അതാണ് മുസ്ലിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം. കുട്ടി കാണിക്കുന്ന അത്യാഗ്രഹം, അതിന്റെ കോപം, ഇതിനെ കുറിച്ചുള്ള ഭയം, ഇതിനോട് കുറിച്ച് അമിതമായ സ്നേഹം, ഇതൊക്കെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിയെ ഓരോ ചെറിയ 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 കാര്യങ്ങളിൽ കാണിച്ച അത്യാഗ്രഹവും ഭയവും അമിതമായ സ്നേഹവുമാണ് എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യം പറയട്ടെ. കുട്ടിയെ പിടിച്ച് മുത്തരുത് എന്ന് താൻ പറയും.
മുത്ത വളരെ സ്നേഹത്തിൽ ചില സമയത്ത് പെൺകുട്ടികൾ അത് ഉമ്മയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ മുത്തിങ്ങോണ്ടേയിരിക്കുന്ന കുട്ടികൾ ആരാണ് മുത്തം കൊടുക്കുന്നു ഒക്കെ വൃത്തികേടാണ്. ഒന്നാമത് ഒരു കുട്ടിയെ പിടിച്ച് നമ്മൾ മുത്തുമ്പോൾ കുട്ടിയുടെ ഒരു സ്നേഹം, അമിതമായ സ്നേഹം കുട്ടിയോട് കാണിക്കാൻ. ഇതെപ്പോഴും കാണിച്ചുകൊണ്ടിരുന്നാൽ കുട്ടി വലുതായി വരുമ്പോൾ ഈ സ്നേഹം തനിക്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം. ഈ ആഗ്രഹം നമുക്ക് വലുതായാൽ കുട്ടിയെ പിടിച്ച് മുത്താൻ കഴിയും. അപ്പൊ കുട്ടി എന്ത് വിചാരിക്കും, എന്നോടൊന്ന് വെറുപ്പുണ്ട് എന്ന്. അങ്ങനെ അകന്ന് നിൽക്കും. അപ്പൊ എന്നോടെല്ലാവരും സ്നേഹം കാണിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷ കുട്ടിയിൽ വളർത്തുകയും അതില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിന് നേരെ വെറുപ്പുള്ള ഒരു കുട്ടിയാണ് പിന്നാലെ. പല ആളുകളും വളരെ ലോഡലായിട്ട് വളരെയധികം ലാളിച്ച് വളർത്തിയ മൂത്ത കുട്ടികളിൽ കാണുന്ന ഒരു കുഴപ്പമാണ്. ഞാൻ ഒരുപാട് കുടുംബങ്ങളെ വളരെ അടുത്ത് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കണ്ടതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് പേര് തന്നെ പറയാൻ കഴിയും, പക്ഷെ അതൊരു ആവശ്യമില്ലാത്ത സംഗതിയാണ്. ഞാൻ അവിടെ പോകുന്നില്ല. മൂത്ത കുട്ടികൾ വല്യമ്മയും വല്യപ്പയും കുടുംബത്തിലുള്ള എല്ലാവരുടെ സ്നേഹം കിട്ടി ഏത് നേരം മടിയിലിട്ട് കുത്തിക്കൊണ്ടാണ്. അവസാനം ഈ കുടുംബത്തിനൊക്കെ എതിരായി. കാരണം അത് വലുതാകുമ്പോൾ ഈ സ്നേഹം താനും കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ ചെറുപ്പത്തിൽ മടിയിലെടുത്ത് മുത്തും പോലെ വലുപ്പത്തിലാവും പുരുഷങ്ങൾ അടിച്ചാൽ വാരി വിളിച്ച് നിൽക്കാൻ കഴിയും. ആ സമയത്ത് അത് എതിരായിട്ട് വരും. അതിന് കുട്ടിക്ക് എന്നോട് അവർക്ക് വെറുപ്പാണെന്ന് തോന്നലാണ്. അതിന്റെ സൈക്കോളജിക്കലായിട്ടുള്ള എഫക്റ്റാണ് പ്രൊജക്ഷൻ. അതിന് എല്ലാവരോടും വെറുപ്പാണ്. എനിക്കൊരാളോട് വെറുപ്പാണെങ്കിൽ അവർക്ക് എന്നോട് വെറുപ്പാണെന്ന് തോന്നുക. ഈ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിച്ചേരും. ഇതിനൊരേ ഒരു ചെറിയ കാരണം ചെറുപ്പത്തിൽ പിടിച്ച് മുത്തിയതാണ്. ഇനി വഴിക്ക് വഴി ഓരോന്നാണ് നമുക്ക് ഹരിബത്ത് മസ്ജിദ് സാനി നമ്മുടെ മുമ്പാകെ എടുത്തു വെക്കുന്നു. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എവിടെ നിന്നാണ് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ തുടങ്ങേണ്ടത്, അത് പറയുമ്പോഴേ നമുക്ക് എവിടെയാണ് പ്രശ്നം വന്നത് എന്നുകൂടെ മനസ്സിലാവും. ഫസ്റ്റ്, കുട്ടി ജനിച്ച ഉടനെ തന്നെ അതിന് ബാങ്ക് കൊടുക്കും. ബാങ്ക് കുട്ടി കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് കൊടുക്കുന്ന ഒരു ജാതുവോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ ഒന്നുമല്ല. അതിന് മന്ത്രം ജപിക്കാനുള്ള ഒരു സാധനമൊന്നുമല്ല. ആ സമയത്ത് ഖലീഫത്ത് മസ്ജിദ് സാനി പറയുകയാണെങ്കിൽ അതിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുക്കാൻ പറഞ്ഞത് ജനിച്ച ഉടനെയാണെങ്കിൽ വേറൊരു സൗണ്ട് കേൾക്കുന്നതിന് മുമ്പ് ഒന്ന് കുവൈത്തിൽ സാധിക്കുമെന്ന് സംശയമാണ്. ഞാൻ പഠിച്ചാൽ ബാങ്ക് കൊടുക്കാൻ പോയി ഒരു ദിവസം കഴിഞ്ഞ വീട്ടിലാണ് കിട്ടിയത്. അപ്പൊ അത് വേറെ സംഗതികളാണ്. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കല്ല പോകുന്നു. നമ്മളെ എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കൊടുക്കുന്നത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. തെർബിയത്തിന്റെ ദിവസം സാധാരണ ഒരാൾ കുട്ടിയാണ് സാറല്ല എന്ന് പറയുന്നത്. തെറ്റ് ചെയ്ത കുട്ടിയാണ് സാറല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രശ്നം. കുട്ടി ആയതുകൊണ്ടാണ് സാറുള്ളത്, അല്ലെങ്കിൽ സാറല്ല. ഈ പ്രശ്നം വലിയവരാണെങ്കിൽ സാറല്ല, അവൻ പോയി അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ. കുട്ടിക്ക് അറിയാതെ ചെയ്യുമ്പോൾ കുട്ടിയാണ് സാറല്ല എന്ന് പറഞ്ഞ ഒരു സാധനം കൂടാൻ പറഞ്ഞു. ഉദാഹരണമായിട്ട് ഹദരത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം വിവരിക്കുന്നു. കുട്ടി ഭക്ഷണം കഴിക്കാൻ അപ്പോഴും അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു, കുൽ ബിയമീനിക വമാ യലീക. അന്ന് ഇമാം ഹുസൈന്റെ വയസ്സ് 2.5 വയസ്സാണ്. 2.5 വയസ്സ് സമയത്ത് നീ നിന്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിക്കും, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കുക. അത് കുട്ടികൾ എന്ന് 2 കാര്യങ്ങൾ. കുട്ടികൾ വലുതായാൽ ഭക്ഷണം കഴിക്കാനാവുമ്പോൾ നമ്മൾ വാരി കൊടുക്കരുത്. അത് മറ്റൊരു വശം പറയുമ്പോൾ ഞാൻ പറയാം. അത് സ്നേഹമല്ല, അതിനോടുള്ള സ്നേഹക്കുറവാണ്. അതിനെ സ്വയം കഴിക്കാൻ വേണ്ടി അനുവദിച്ച് അതിനത് പഠിക്കണം. നിങ്ങൾ എത്ര കാലം വാരി കൊടുക്കും? അത് ചെറുപ്പം മുതലേ ചെയ്യണം. അത് വിശക്കുന്നതിന് നമ്മൾ എവിടെയെങ്കിലും സഹായിക്കാൻ കുറച്ച് വാരി കൊടുക്കും. പക്ഷെ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത് ഞാനാണ് വാരി തിന്നുന്നത് എന്ന് വേണം. അത് മുമ്പിൽ വെച്ച് തിന്നണം. 2.5 വയസ്സായ ഇമാം ഹുസൈനോട് റസൂലുള്ളാഹി പറയുന്നത് വലത്ത് വയസ്സായി കൊണ്ട് തിന്നണമെന്നും അടുത്തുനിന്ന് തിന്നണമെന്നും. അപ്പൊ നമ്മളെ വീട്ടില് കുട്ടികൾ മറന്ന് പാത്രത്തിൽ മുഴുവൻ കൈയിട്ട് കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. 2.5 വയസ്സല്ല 5 വയസ്സായിട്ടുള്ള കളിക്കുന്നത് ഞാൻ അടുത്താണ്. പക്ഷെ അതല്ല, അവിടെ തന്നെ അതിനെ ശ്രദ്ധിക്കണം. അപ്പൊ ബാങ്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് അവിടെ മുതലേ, അത് അന്ന് മുതലേ നമ്മളുടെ ശ്രദ്ധ നമ്മുടെ കുട്ടികളോട് കരുണ കാണിച്ചിട്ട് നമ്മൾ ചെയ്യാം. ആ കുട്ടികളോട് കരുണ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ചുരുങ്ങിയ പക്ഷം നമ്മുടെ ചിന്തകളെങ്കിലും അവിടേക്ക് കുറച്ചുകൂടെ പുറകുന്നു വരാം, നമ്മൾ മനസ്സിലാവും. ഇപ്പൊ സ്ത്രീ പുരുഷ
സമ്പർക്ക സമയത്ത് ഇന്ന ദുആ ചെയ്യണം റസൂലുള്ള പറയും. ആണ്ട വല്ല മന്ത്രവും എന്തെങ്കിലും ഒരു ജാദു അങ്ങനെയുള്ള ഒരു ഇതൊന്നുമല്ലോ സാധനം. ഖലീഫത്തുൽ മസീഹ് സാനി പറയാൻ ആ സമയത്ത് ജന്നിബിന മിന ശൈത്താനി ജന്നിബിന മറസത്തനാണ്. ജന്നിബ് മറസത്തനാണ്, ഞങ്ങൾക്ക് നീ നൽകുന്ന റിസ്ക്, ഞങ്ങൾക്ക് തരുന്ന സന്താനത്തെ ഞങ്ങളെയും ശൈത്താന്റെ ചിന്തയിൽ നിന്ന് നീ ഒഴിവാക്കണമേ എന്നാണ് പറയുന്നത്. അത് ആ സമയത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ നമ്മളുടെ തിന്മകൾ ആ കുട്ടിയിൽ പ്രചരിക്കുകയില്ല. നമ്മുടെ ആ ചിന്ത, ആ സമയത്ത് നമ്മുടെ ചിന്ത എന്താണോ അത് ഈ കുട്ടിയിൽ ബാധിക്കുന്നു, കുട്ടിയുടെ ജന്മത്തിൽ ബാധിക്കുന്നു. അതിന്റെ ബീജം തുടങ്ങുന്ന സമയമാണ്. പക്ഷെ നമ്മൾ എത്ര തന്നെ മോശപ്പെട്ട ആളാണെങ്കിലും ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടി നല്ലതാവണമെന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. ആ ചിന്ത കാരണം നമ്മളുടെ ആ മോശത്തിന്റെ പാരമ്പര്യമായിട്ടുള്ളതിന് അവിടെ വെച്ച് സ്റ്റോപ്പ്